Jing tak 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 note tak note tak note നിങ്ങ വന്നു ഇത്ര വേഗം പണി കഴിഞ്ഞു ആടെ കുറച്ചേ ഉണ്ടായിട്ടു വായിക്കാൻ. നീ കൂട്ടുകാരനാക്കി നീ കഞ്ഞിക്ക്. നിങ്ങ ചോറ് വെച്ചിട്ടേ ഇന്നലത്തെ മീൻകറിയും കൂട്ടിട്ട് ഞാൻ ചോറ് വെച്ചു. ചാറ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒന്നുമില്ലപ്പായേ. എന്നാ പിന്നെ നിങ്ങ റോഡുമ്മ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിട്ട് വാ, ഞാൻ വേഗം കൂട്ടാനാക്കി തരാം. നീ ഷർട്ടിങ് എടുത്ത നിങ്ങൾക്ക് ഇപ്പം നല്ല ഷർട്ടൊന്നുമില്ല, 2 വാങ്ങണം. എന്തായാലും ഉത്സവമാവാനായില്ലേ, 2 മണിക്കാം. എനിക്ക് 2 വാക്സി വാങ്ങണേ. വേറൊന്നും വേണ? ഒരു വേക്ക് പപ്പടും തൈരും തക്കാളിയും മേടിച്ചോ. അതിന് എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാ? എൻ്റെ അടുത്ത് ഇടുന്നേ, അത് കുടുംബശ്രീരെ കുറിക്ക് കൊടുത്തിന് 500 ഉറുപ്പ്യ ഉണ്ടായത്. ഈ ആഴ്ച എനക്ക് പണിയൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ 200 ഉറുപ്പ്യ ഉണ്ട്, അതിന് 20 വാങ്ങാം. നാരായണ മഴക്കാറുണ്ടേ. കോട്ട എടുത്തിരുന്നേ. പ്രതീക്ഷിക്കാതെ പെയ്ത മഴയിൽ തണുത്തിരിക്കുന്ന നമുക്ക് ഷിൻഡോ പോൾ ആലപിച്ച ഒരു ചൂടൻ ഗാനം കേട്ട് തിരിച്ചു വരാം. ഇത് 9087 പയ്യന്നൂർ FM. ഇറ്റ് ഈസ് മീ RJ നാഥ്. ഇങ്ങനെ പോകുന്നോ? നിങ്ങൾക്ക് ഒരു വട്ട പപ്പടവും തൈരും എടുത്തോ. പിന്നെ ഓളെന്തോ പറഞ്ഞില്ലപ്പാ. കുറച്ച് തക്കാളിയും കൂടി. തക്കാളി അരക്കിലോ എടുക്കാല്ലേ? ഓ ആയിക്കോട്ടെ. അരക്കിലോ ഉണ്ടല്ലേ? തക്കാളിക്കല്ല പൊന്നിന്റെ വില അല്ല മോനാ. ഇപ്പൊ കുറേ അടുത്ത ആഴ്ച കുറേ ആയിരിക്കും. ഇതിപ്പോ എത്ര ആയിടോ കൂട്ട്? 90. എന്നാ ബാക്കി 110. എന്നാ ഞാൻ പോട്ടറാ. ഓക്കെ. ഏതാണോ മഴ പറയുന്നല്ലേ? ചെറുങ്ങന മോനോട്ടോ. എന്തുകൊണ്ട് നീ ഇന്ന് പോയിട്ടില്ല? ഇത് 2 ശനിച്ചല്ലേ? ഓ, ഇന്ന് 2 ശനിയാഴ്ച എനിക്കെന്തുകൊണ്ട്? എനിക്കൊരു ഹോർലിക്സും. ഹോർലിക്സാ? എടാ ഉണ്ണി, എന്നെ ഈ പ്രാവശ്യം അമ്പല കമ്പനി എടുത്തിട്ടുണ്ട്. അതെയാ? നിങ്ങളെപ്പോലത്തെ ആളിനെ വരെ വരണ്ട്. എത്രയും മോനോട്ടോ? എടാ ഇനി 294. ബാക്കി മുട്ടായി തരാം. ആയിക്കോട്ടെ. അയച്ചി ശ്രീജ. കുഞ്ഞുർത്തുണ ഓളാടുന്ന് TV കാണുന്നുണ്ട്. അച്ഛാ മുട്ടായി ഒന്നും വാങ്ങിട്ടേ?
മുട്ടായി ഇന്നലെ കുറച്ചധികം ഉണ്ട്. ഇപ്പൊ ഹോർലിക്സ് കൊടുക്കും കേട്ടാ. ഇതാ. നിങ്ങൾ മറ്റേ ഫോൺ എടുത്തിട്ടില്ല? ഇല്ല. ഓ ഞാനതുള്ളിൽ ചാർജ് വെച്ചിട്ടുണ്ട്. മോളെ കുറച്ചു നേരമായി ഫോൺ അടിക്കുന്നത്. 3-4 മിസ് കോൾ ഉണ്ടല്ലോ. അമ്മാവൻ വിളിച്ചിട്ടുണ്ടായിന്. ലോണിന്റെ എന്തോ കാര്യം പറയാനാണ്. പെണ്ണിന്റെ കല്യാണല്ലേ. ഓ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്ന അന്നേരം പറയുന്നേ നമുക്കേതായാലും വൈകുന്നേരം പോവാ. കല്യാണത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട ഉണ്ണിയേട്ടാ. നമ്മളെ കല്യാണത്തിന് ഒരു പവന്റെ വള തന്നെയല്ലേ. ഇന്നത്തെ ഒരു പവൻ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ അന്നത്തെ 5 പവൻ വാങ്ങാം അല്ല മോളെ. അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആകെയുള്ള ഒരു അമ്മാവന്റെ ഒരു മോള. ഒരു പാവം കൊടുത്തില്ല പിന്നെ അമ്മായിന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല. നിന്റെ അമ്മായിരം അത്രയ്ക്ക് മോശ. ആ പാവം കൊടുത്തില്ലേ ചിലപ്പോ അങ്ങനെയായിരിക്കും. ഈ ബൈക്കൊന്നും മാറ്റിട്ട് കാറാക്കുന്ന ചിത്രകലേ അത് ഇവരാണെന്നില്ല. അച്ഛാ ഞാനിത് പോയി തിന്നട്ടെ. മോള് എന്തായാലും സ്വർണം കൊടുത്തല്ലേ പറ്റൂ. നോക്കാം. ആരോ ഓണടിക്കുന്നുണ്ടല്ലോ ഉണ്ണിയേട്ടാ. ഓ അതാ ഭാസ്കരനായിരിക്കും. ഞാൻ റെസീറ്റ് കൊടുത്തേ. റെസീറ്റ് കൊടുക്കാൻ. ആ ഭാസ്കരേട്ടാ ഒരു മിനിറ്റ്. ശ്രീജ ആ ഭാസ്കരേട്ടാ. ആ മനോട്ടാ. റെസീറ്റ് ബാക്കി 200 റുപ്യ ഉണ്ട്. ആ ഉത്സവത്തിന് തിരക്കിലും തുടങ്ങിയ ഉണ്ണി. ആ ഉത്സവനായില്ലേ. പിരിവെല്ലാം തുടങ്ങാനായി അല്ലേ? അടുത്ത ആഴ്ച മുതൽ പിരിവിനിറങ്ങണം. അതെയാ? എങ്ങനെയുണ്ടാവില്ലേ? ആ ഞാനുണ്ടാവും. ഓ ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ എന്നാല്. ശരി ശരി എന്നാൽ. മഴ പാറിയും തോന്നുന്നല്ലേ? ചെറുതായി പാറിയും തോന്നുന്നു. ഭാസ്കരേട്ടാ. ആ ചാവി ഇതാ. നാളെ കുറച്ച് നേരത്തെ വരണേ. റബ്ബറിന് മരുന്നടിക്കാൻ ആള് വരുന്നുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ആ ആ പപ്പ എന്തായി മോളെ ഇതിന്റെ അഡ്മിഷന്റെ കാര്യം? ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഏജൻസി അറിയിക്കും. ഭാസ്കരേട്ടാ ഇനി നിങ്ങൾ ടൗണിൽ പോകുന്നുണ്ടായിരുന്നേ? എന്തേ? ഇവന്റെ ചെരുപ്പ് കൂട്ടി ഇനി ഒരു ചെരുപ്പ് വാങ്ങണം. നാളെ വാങ്ങിയപ്പോരടാ. ആ മതി. എന്നാ ചായ എടുക്കട്ടെ ഭാസ്കരേട്ടാ? ആ ഇതാണ് നിന്റെ ചേച്ചി പഠിക്കാൻ പോകുന്ന കോളേജ്. കാണിച്ചേ നോക്കട്ടെടാ. ചായ കുടിക്ക്. വാ നമുക്ക് ചായ കുടിക്കാലോ. ഓ എനക്കല്ലേ. ചൂട് നോക്കണേ. ആ അമ്മ ചൂടുണ്ട്. ആ നീ ചായ കുടിച്ചുവാ. അല്ല ഭാസ്കരേട്ടാ ഇവളെ കോഴ്സിന് ഇപ്പൊ എത്രയാവും? എത്രയാവണേ? എന്റെ ഫ്രണ്ട് ശില്പേന്റെ ചേച്ചി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത കോളേജിലാണ് പഠിച്ചിന്. അവള് പറഞ്ഞത് ഏകദേശം 1 CR ആവുന്നാണ്. അല്ല ഈ എമൗണ്ട് എങ്ങനെ കൊടുക്കാൻ നിങ്ങളെ പ്ലാൻ? തൽക്കാലം നമ്മൾ FT എടുത്തു കൊടുക്കാം. ഇതെല്ലാം ചെലവാക്കിയിട്ട് മര്യാദക്ക് പഠിച്ചാൽ മതി. അതോള് പഠിച്ചോളൂ. കേട്ടുവാ. ഈ വയസ്സാം കാലത്ത് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും നോക്കാൻ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവുന്നത് നല്ലതന്നെ. അതെ അതെ. ആരാന്ന് നോക്കിയാ? എടാ നീ എന്താ പിടിച്ച് ഞെക്കിയേ? ഇതാ നമ്മളെ വളപ്പിൽ പണിയെടുക്കുന്ന ഹിന്ദിക്കാരനാണ്. ഓനൊരു 200 റുപ്യ കൊടുക്കാനുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടോ എടുക്കാൻ? നോക്കട്ടെ. ആ താങ്ക് യു ഭയ്യ. ശരി ചേച്ചി.
ഈ കഥയിലെ നായകൻ ഞാനാണ്. നിങ്ങൾ ഈ കണ്ടത് ഞാനിന്ന് കണ്ടതും കേട്ടതുമായ എന്റെ കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ്. പലയിടത്തും എന്റെ വില പലതാണ്. ഇനിയും എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് കാഴ്ചകളും ഒരുപാട് അനുഭവങ്ങളുമായി ആരുടെയൊക്കെയോ കൂടെ എങ്ങോട്ടെന്നറിയാതെ കാലത്തിനൊപ്പം നിങ്ങളുടെ സ്വന്തം നോട്ട്.